നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം ഓവർ തിങ്കിങ്, അതിനൊപ്പം തന്നെ ആങ്സൈറ്റി. ഇത് ഇന്നത്തെ യുവത്വത്തെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു പ്രശ്നമാണ്. പല കാര്യങ്ങളും തികയാതെ പോകുന്നത്, പലരെയും നിലവിളികളിലേക്ക് എത്തിക്കുന്നത് അതെ, ഓവർ തിങ്കിങ് ആണ്. എന്താണ് ഓവർ തിങ്കിങ്? ഒരു കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനാവാത്ത അവസ്ഥയുമാണ് ഓവർ തിങ്കിങ്. ഇത് ഒരു വിഷം പോലെ നമ്മുടെ മനസ്സിനെ വിഴുങ്ങുന്നു. ഉദാഹരണം, ഞാനത് പറഞ്ഞില്ലെങ്കിൽ നല്ലതായേനെ, അവർ എന്നെ ഇപ്പോഴും മോശമായി തന്നെ കാണുകയാണോ? ഇതൊരിക്കലും ഇപ്പോഴത്തെ കാര്യങ്ങൾ ആസ്വദിക്കാൻ പോലും നമ്മെ അനുവദിക്കുന്നില്ല. എന്താണ് ആങ്സൈറ്റി? നമുക്ക് സംഭവിക്കാതെയുള്ള ഭയം. എനിക്കൊന്നും നടന്നില്ലെങ്കിൽ എൻ്റെ ഭാവി എന്താകും? ഇങ്ങനെയുള്ള ഭയങ്ങളാണ് ആങ്സൈറ്റി ഉണ്ടാകാൻ കാരണമാകുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ഭാവിയെ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിമിഷം നമുക്ക് നഷ്ടമാകുന്നു. എങ്ങനെ അതിനെ തോൽപ്പിക്കാം? 1. ചിന്തകളെക്കുറിച്ച് എഴുതി നോക്കൂ. മനസ്സിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചിന്തകൾ പേപ്പറിൽ എഴുതിയാൽ അതിനൊരു ഫലം കിട്ടും. മനസ്സിന് ഒരു ഉത്തരവാദിത്തം കിട്ടും. ഇത് മതി. 2. ശരിയായ പ്രശ്നമാണോ എന്ന് നോക്കൂ. പലതും നമ്മുടെ മനസ്സിലെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ 90% വരെയും സംഭവിക്കില്ല. 3. പ്രസന്റ് മൊമെന്റ് മനസ്സിലാക്കൂ. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ നിയന്ത്രണം. പാസ്റ്റ് കഴിഞ്ഞു, ഫ്യൂച്ചർ വരാനിരിക്കുന്നു. ഇന്ന് നടക്കുന്ന നൗ മാത്രമാണ് നമ്മുടേതായുള്ളത്. 4. ശരിയായ ആസ്വാദനങ്ങൾ തിരഞ്ഞെടുക്കൂ. നല്ല സംഗീതം, പുസ്തകം, ആലാപനം എന്നിവ ആത്മാവിനെ തണുപ്പിക്കും. ട്രൈ വാക്കിംഗ് വിത്തൗട്ട് മൊബൈൽ ഫോർ 10 minutes. See the difference. 5. ഹെൽപ്പ് തേടാൻ മടിക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ, കുറച്ചുകൂടെ ഗുരുതരമായിരിക്കുമ്പോൾ ബന്ധുക്കളുടെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെയും ഹെൽപ്പിനെയും സമീപിക്കുക. ഓവർ തിങ്കിങ് ഒരു ശബ്ദം മാത്രമാണ്. അതിൻ്റെ മേൽ ശക്തിയുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. മനസ്സിന്റെ നിയന്ത്രണം കൈവശം വെച്ചാൽ ആങ്സൈറ്റിയും ഭയവും ഉറക്കക്കുറവും ഒക്കെ മാറും. ഒരു നിമിഷം മാത്രം ആഹ്ലാദം വന്ന് കൂടെ നടക്കും. നന്ദി. മനസ്സിന് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ.